ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സിലെ പേജ് നമ്പർ 57 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇവിടെ ഈക്വൽ ആയിട്ടുള്ള 4 ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അതിൽ 2 ഫുള്ളായിട്ട് അതുപോലെ ജോയിൻ ചെയ്തു, മറ്റ് 2 വെർട്ടിക്കലി കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് 1 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, 1 മീറ്റർ ആണ്. സോ ഇവിടെ എന്താണ് 1 മീറ്റർ, നമുക്ക് അതിന് അതുപോലെ ഒരു സ്കെച്ച് വരച്ച വേറെ 1 മീറ്റർ. ഇവിടെ സ്മോൾ ഇപ്പോൾ ഈ 60 ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 30, ഈ വെർട്ടെക്സിൽ എന്താണ് 60 വരും. അപ്പോൾ ഇവിടെ ആയിരിക്കും 30, സ്മോൾ സൈഡിന് ഓപ്പോസിറ്റിലെ 30, അപ്പോൾ 30 ഇതെന്തായിരിക്കും 60. ഇതിൽ സ്മോൾ സൈഡ് ഏതാണോ അതിന് ഓപ്പോസിറ്റ് ആണ് 30 വരിക. അപ്പോൾ നമുക്ക് അറിയാം ഈ ഈക്വൽ ട്രയാങ്കിളിലെ പീസാക്കിയപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് ആണ് 1 മീറ്റർ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ പീസുകളിൽ 90ക്ക് ഓപ്പോസിറ്റ് എന്താണ് 1 മീറ്റർ, 90ക്ക് ഓപ്പോസിറ്റ് 1 മീറ്റർ. അപ്പോൾ ഇതിന്റെ ഡയഗണൽസ് ആണ് നമ്മൾ റെക്ടാങ്കിളിന്റെ ഡയഗണൽസിന്റെ ഹാഫ് ആളാണ് എന്തായിട്ട് വരുന്നത് 1 മീറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് 30 ഇതിലെ ഓൾ ആംഗിൾസ് 30, 60, 90 അല്ലേ. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് റേഷ്യോ എത്ര 1, √3, 2. ഇതിൽ ഏത് മെഷറാ തന്നത് 90ക്ക് ഓപ്പോസിറ്റ് 1 തന്നിട്ടുണ്ട്, 90ക്ക് ഓപ്പോസിറ്റ് 1. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ മറ്റു വാല്യൂസ് ഫൈൻഡ് കിട്ടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗിവൻ വാല്യൂ ബൈ ഗിവൻ റേഷ്യോ. ഗിവൻ വാല്യൂ എത്ര 1, റേഷ്യോ 2, 1/2 അഥവാ ഹാഫ്. അപ്പോൾ അത് മെഷർ ചെയ്യണം, അതുകൊണ്ട് ഇൻറ്റു ചെയ്യില്ലല്ലേ. അപ്പോൾ 1 ഇൻറ്റു ഹാഫ്, 1 ഇൻറ്റു ഹാഫ് ഹാഫ്. ഓക്കെ, അപ്പോൾ √3 ഇൻറ്റു 1 ഇൻറ്റു √3 അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് √3/2 അഥവാ √3ന്റെ ഹാഫ്. അപ്പോൾ നമുക്ക് മെഷർ കിട്ടി. 60ക്ക് √3/2 അപ്പോൾ ഓൾ സൈഡ് കിട്ടി. √3/2 ആണ് ഹാഫ് റൂട്ട് അല്ലേ. അപ്പോൾ √3/2 ഇപ്പോൾ ഒരേ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആണ്. √3 2√3 ആവും. അപ്പോൾ 2 ക്രോസ് ചെയ്തുമ്പോൾ എന്തായി മാറി √3. അപ്പോൾ ഓക്കെ, അപ്പോൾ ഹാഫ് √3യും ചേർന്ന് ഇവിടെ എത്ര ആവും √3 ആവും. അപ്പോൾ നമുക്ക് മനസ്സിലായി ലെങ്ത് എത്ര √3, ഇവിടുത്തെ 1 മീറ്റർ. ലെങ്ത് ഹാഫ് √3 ഇപ്പോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും വിഡ്ത്തും കിട്ടി. ലെങ്ത് √3, വിഡ്ത്ത് 1 മീറ്റർ, കാരണം ഹാഫ് √3 അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പെരിമീറ്ററും ഏരിയയും കാണേണ്ടി. അപ്പോൾ ഏരിയ ഇസിക്കൽ ടു ലെങ്ത് എത്ര √3, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. ലെങ്ത് √3, വിഡ്ത്ത് 1 ഇൻറ്റു √3. സോ അപ്രോക്സിമേറ്റ് വാല്യൂ 1.73 മീറ്റർ സ്ക്വയർ മീറ്റർ. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ 1, വിഡ്ത്ത് 1 അല്ല, ലെങ്ത് √3, വീണ്ടും വിഡ്ത്ത് 1, ലെങ്ത് √3. സോ 1 1 2, √3 2√3. ഓക്കെ, അപ്പോൾ 2 + 2 ഇൻറ്റു 1.73 അപ്പോൾ ഇസിക്കൽ ടു 2 + ഓക്കെ, അപ്പോൾ 2 × 3 6, 2 × 7 14, റിമൈൻഡർ 1 ഇൻറ്റു 2 3, അപ്പോൾ 3.46. അപ്പോൾ 2 + 3.46, സോ 5. അപ്പോൾ 5 4 6
0.46 മീറ്റർ. അപ്പോൾ പെരിമീറ്റർ എത്ര? 5.46 മീറ്റർ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഒരു സ്ക്വയർ കട്ട് ചെയ്തതും ഡയഗണൽ കട്ട് ചെയ്തതും ഒരു ഇക്വൽ ട്രയാങ്കിൾ കട്ട് ചെയ്തതും കൂടി ജോയിൻ ചെയ്ത് ട്രപ്പീസിയം മേക്ക് ചെയ്യുന്നു. ഇവിടെ സ്ക്വയർ ഒരു ഇക്വൽ ട്രയാങ്കിളും കട്ട് ചെയ്തോണം. സ്ക്വയറിന്റെ ഇക്വൽ ട്രയാങ്കിളിന്റെ പീസുകൾ ജോയിൻ ചെയ്ത് എന്താക്കുന്നു? ഒരു റെക്ടാങ്കിൾ ആക്കും. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാവുന്നു, റെക്ടാങ്കിൾ ആക്കും. അതിന് ബോത്ത് സൈഡിലും സ്ക്വയറിന്റെ ഓരോ പീസുകൾ വെച്ചിട്ട് എന്തെങ്കിലും ട്രപ്പീസിയാക്കി മാറ്റുന്നു. ഓക്കെ, ഈ റെക്ടാങ്കിളിന്റെ ഈ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് 2 മീറ്റർ ആണ്. അപ്പോൾ ആ സൈഡുകളായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏത് മെഷറാണ് കാണേണ്ടത്? ഹൈപ്പോട്ടൻസ് ആണ് അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടൻസ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് ബേസ് എത്ര? 2, ഹൈറ്റ് പെർപെൻഡിക്കുലർ 2. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2, 4 പ്ലസ് 4. എത്ര 4 ഉണ്ട് ഇവിടെ? 2 4. അപ്പോൾ 2 ഇൻറ്റു 4, 4 പ്ലസ് 8, അഥവാ 2 ഇൻറ്റു 4 ആണ് 8 തന്നെയല്ലേ? സോ ഇതിൽ സ്ക്വയർ റൂട്ടുള്ള നമ്പർ ആരാ? 4 ആണ്. 4ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 2. പക്ഷെ 2ന് സ്ക്വയർ റൂട്ട് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ഇതാ 2 റൂട്ട് 2. അപ്പോൾ നമുക്കിവിടെ ഹൈപ്പോട്ടൻസ് 2 റൂട്ട് 2 കിട്ടും. ഇവിടെ എത്രയാണ്? 2 അല്ലേ? സ്ക്വയറിന്റെ സൈഡുള്ളത്. അപ്പോൾ ഇനി റെക്റ്റാങ്കിളിന്റെ ഇത് ഡയഗ്രം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇക്വൽ ട്രയാങ്കിളിന്റെ പീസല്ലേ? 30, 60, 90. 30ക്ക് ഓപ്പോസിറ്റ് ചെറുത് വരുന്നത്. ആ 30ക്ക് ഓപ്പോസിറ്റുള്ള മെഷർ നമുക്ക് ഇവിടെ അറിയാം 2. അതർ മെഷേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യില്ലേ? ഇപ്പൊ 30, 60, 90. 1:2 റൂട്ട് 2:2. അതിൽ നമുക്ക് 1 അഥവാ 30ക്ക് ഓപ്പോസിറ്റ് എത്ര വന്നിട്ടുണ്ട്? 2. അപ്പോൾ ഗീവൻ മെഷറിനെ ഗീവൻ റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു. 2 അതിന്റെ റേഷ്യോ എത്ര? 1. 2/1 ഇസിക്കൽ ടു 2. അപ്പോൾ അതർ മെഷേഴ്സിനെ അതുകൂടി ഇൻറ്റു ചെയ്യണ്ടേ? ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് 3, 2 റൂട്ട് 3. 2 ഇൻറ്റു 2 4. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് എത്ര? 2 റൂട്ട് 3. അപ്പോൾ ഇതല്ലേ 60, അത് 2 റൂട്ട് 3. അപ്പോൾ റെക്ടാങ്കിളിലെ ലെങ്ത് 2 റൂട്ട് 3, ഇവിടെയും 2 റൂട്ട് 3. പിന്നെ 90ക്ക് ഓപ്പോസിറ്റ് എത്ര? 4. അത് നമുക്കിവിടെ ആവശ്യമില്ലാതല്ല 4. ഇപ്പോൾ നമുക്ക് ഈ ട്രപ്പീസിന്റെ ഓൾ മെഷർ കിട്ടി. ബേസ് 2 പ്ലസ് 2 റൂട്ട് 3 പ്ലസ് 2. അതർ പാരലൽ സൈഡ് 2 റൂട്ട് 3, മറ്റു സൈഡ് 2 റൂട്ട് 2, 2 റൂട്ട് 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കാണാം? ഏരിയ കാണാം. ഏരിയ ഇസിക്കൽ ടു എന്താണ്? ഹാഫ് h ഇൻറ്റു എ പ്ലസ് 8 സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. h ഇൻറ്റു എ പ്ലസ് ബി. ഇവിടെ ഹൈറ്റ് ഇതല്ലേ ഹൈറ്റ്? എത്ര? 2 മീറ്റർ. എ മുകളിലെ പാരലൽ സൈഡ് 2 റൂട്ട് 3. പിന്നെ ബി എത്ര? 2 ഉണ്ട്, 2 റൂട്ട് 3 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 3ൻ്റെയും സമ്മാണ്. എത്ര? 2 പ്ലസ് 2 റൂട്ട് 3 പ്ലസ് 2. 2 2 4, 4 പ്ലസ് 2 റൂട്ട് 3. ഒരു റൂട്ട് നമ്പറുള്ള നമ്പർ അതിൻ്റെ കൂടെയുള്ള ഇൻറ്റീജർ മറ്റേ ഇൻറ്റീജറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 4 പ്ലസ് 2 റൂട്ട് 3. ഓക്കെ, ഇപ്പോൾ ഏരിയ കാണാം. ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു ഹൈറ്റ് 2 എ 2 റൂട്ട് 3 പ്ലസ് ബി 4 പ്ലസ് 2 റൂട്ട് 3 ഇസിക്കൽ ടു 2 2 ക്രോസ് ചെയ്തു. അഥവാ 2ൻ്റെ ഹാഫ് 1 അല്ലേ? 1 ഇൻറ്റു 1ന് ഏതുകൊണ്ട് അത് തന്നെ കിട്ടുക. പിന്നെ 1ൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 2 റൂട്ട് 3 പ്ലസ് 4 പ്ലസ് 2 റൂട്ട് 3.
ഓക്കെ. അപ്പോൾ 2√3 2√3 4√3 ആയി, പ്ലസ് 4 into √3 വാല്യൂ 1.73. അപ്പോൾ 1.7 പ്ലസ് 4 അതിൽ പോകും. 1.73 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 3 into 4 12, റിമൈൻഡർ 1. 4 into 7 28 29, റിമൈൻഡർ 2. 1 into 4 4 2 6 6.92. അപ്പോൾ 4 പ്ലസ് 6.92 പ്ലസ് 4 is equal to 6ഉം 4ഉം 10 ഇൻറ്റീജർ രണ്ടാളി. അപ്പോൾ 10.92 മീറ്റർ. അപ്പോൾ ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്താണ് പെരിമീറ്റർ കാണണം. പെരിമീറ്റർ സം ഓഫ് ദ ഹോൾ സൈഡ് അല്ലേ, പെരിമീറ്റർ 4 സൈഡിൻ്റെ സമ്മാണ്. അപ്പോൾ ഓക്കെ, ഒന്നാമത്തെ സൈഡ് 2√3, മറ്റൊരു സൈഡ് 2√3, മറ്റൊരു സൈഡ് 2√2, രണ്ടെണ്ണം 2√2 ആണ്. ഒന്ന് 2√3, പിന്നെ ബേസോ 2 പ്ലസ് 2√3 പ്ലസ് 2. അപ്പോൾ ഇവിടെ പെരിമീറ്റർ ഫിസിക്കൽ 2 പ്ലസ് ബേസ് 2√3 പ്ലസ് 2 കൂടി ചേർത്താണ് ബേസ്. അത് 2 സൈഡ് സ്ലാൻഡ് സൈഡുകൾ 2√3 പ്ലസ് 2√3, ഓപ്പ് സൈഡ് 2√3. അത് സ്ലാൻഡ് സൈഡുകൾ 2√2 2√2 ആണ്. ഓക്കെ. അപ്പോൾ ഇനി ഇൻറ്റീജേഴ്സ് ഒക്കെ ആദ്യം ഉള്ളൂ. ഇൻറ്റീജേഴ്സ് 2 ആണുള്ളൂ. അപ്പോൾ 4. ഇനി √3 ആള് 2√3 4√3. ഇനി 2√2 4√2. അപ്പോൾ 4 4 ആണ്. നേരത്തെ 4 √3 വാല്യൂ ആണ് ഇൻറ്റു ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 6.92 പ്ലസ്. ഇനി √2 വാല്യൂ കൊണ്ട് ഒന്ന് 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1 into 4 4 4 into 4 16, റിമൈൻഡർ 1. 1 into 4 4 1 5. 1 into 4 4 4 into 16, റിമൈൻഡർ 1 ഉണ്ട്. 1 into 4 5 5.64. ഓക്കെ. അപ്പോൾ ഇതെല്ലാം സമ്മൊക്കെ ആണ് 6.92 4 നമ്പർ ഇല്ലാത്തതുകൊണ്ട് 0.00 6 15, റിമൈൻഡർ 1 6ഉം 6ഉം 12 12 4 16.56 മീറ്ററാണ് പെരിമീറ്റർ. നേരത്തെ ഇവിടെ ഏരിയ മീറ്റർ സ്ക്വയർ ആണ്.